വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറ്റൂർ തത്തമംഗലം യൂണിറ്റുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പരിസരത്ത് പ്രതിഷേധ ധർണ നടത്തി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നഗരസഭ, പഞ്ചായത്ത് എന്നിവയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് ചിറ്റൂർ തത്തമംഗലം യൂണിറ്റുകൾ സംയുക്തമായി പ്രതിഷേധിച്ചത്. ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് പി അനീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിന് ശേഷം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലുള്ള നികുതി വർധനവ് വ്യാപാരി ദ്രോഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചെറുകിടക്കാരെ ബാധിക്കുന്ന ഇതുപോലെയുള്ള വിഷയങ്ങളിലെ മന്ത്രികൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ചിറ്റൂർ യൂണിറ്റ് ഇതിന്റെ പ്രതിഷേധം അറിയിക്കുകയും ഭരണ സംവിധാനത്തിന് നമ്മൾ ഇതിന്റെ രേഖാമൂലം കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ നിലവിൽ നമ്മൾക്ക് മറുപടി ഒന്നും കിട്ടിയില്ല. ഇന്നും ഞങ്ങൾ ഇതിന് ശേഷം ഈ പ്രതിഷേധ ധർണയ്ക്ക് ശേഷം അധികാരികളെ കാണുന്നുണ്ട്. വഴിയോര കച്ചവടം, കഴിഞ്ഞ ദിവസം കൂടിയ വഴിയോര കച്ചവടത്തില് നമ്മൾ 13 ലൈസൻസ് എടുത്തുകൊണ്ടാണ് ഓരോ വ്യാപാരികളും ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോർ പോലെയും ഓരോ സ്ഥാപനത്തിനും ഓരോ വ്യത്യസ്തമായ ലൈസൻസുകളാണ്. അപ്പൊ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ മിനിമം 13 ലൈസൻസുകൾ എടുത്താല് ഫുഡ് ആൻഡ് സേഫ്റ്റി, ലേബർ, അങ്ങനെ ഇതൊന്നുമില്ലാതെ കടകൾക്ക് മുൻപിൽ ഫ്രൂട്ട്സ് കടയാണെങ്കിൽ ഫ്രൂട്ട്സ് കടന്റെ നേരെ മുൻപിൽ ഓട്ടോറിക്ഷയിട്ട് കച്ചവടം ചെയ്യാണ്. അവർക്ക് നല്ല സപ്പോർട്ടുകളാണ് ആളുകളുടെ ഇത്. ഞങ്ങള് കൂടുതൽ വിൽക്കുന്ന ആളുകളും സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക. ഓൺലൈനും മറ്റു കാര്യങ്ങളിലൊക്കെ സ്വന്തം മക്കൾ തന്നെ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നത് നിലവിൽ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ലാഭത്തിലേക്കാളും അടുത്തുള്ള പരസ്പരമായ നിങ്ങളുമായി ബന്ധമുള്ള നിങ്ങളെ പറ്റിക്കുന്ന കച്ചവടക്കാരനാണെന്നുള്ള ധാരണ മാറ്റുക. പുതിയ സമൂഹത്തിന് ഒരു സന്ദേശം കൊടുക്കുക. ഒരു സർക്കാരിന് ജനങ്ങൾക്കും വ്യാപാരികൾക്കും നൽകാവുന്ന ഏറ്റവും വലിയ ആനുകൂല്യമാണ് നികുതി വർദ്ധിപ്പിക്കാതെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത്. അതിൽ നിന്നും മാറി നികുതികൾ വർദ്ധിപ്പിച്ച നടപടി ചെറുകിട വ്യാപാരികളെയാണ് പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തത്തമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി എസ് നിജാമലി അധ്യക്ഷത വഹിച്ചു. ടി കെ ഷിഹാബുദ്ദീൻ, എസ് അതിരഥൻ, ആർ ഗോപി എന്നിവർ സംസാരിച്ചു. കെ അഖിലേഷ് കുമാർ സ്വാഗതവും കെ ബാബു നന്ദിയും പറഞ്ഞു. തൊഴിൽ നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട സെക്രട്ടറിക്കും ചെയർപേഴ്സണും വ്യാപാരികൾ നിവേദനം നൽകി.